بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ അൻകബൂത്ത് 51, 52, 53 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നാം പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. അവലം യക്ഫിഹിം അന്ന അവലം എല്ലാ അക്ഷരങ്ങളും എന്താണ്? ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. ഒന്നിനും തഫ്ഖീമില്ല, എല്ലാം തർഖീഖ്, നേർപ്പിച്ചുച്ചരിക്കുക എന്നതാണ് നിയമം. അപ്പോൾ അവലം യക്ഫിഹിം അന്ന, ലം എന്ന പദത്തിലെ സാക്കിനത്താ മീം, അതുപോലെ യക്ഫിഹിം സാക്കിനത്താ മീം വീണ്ടും, ഇതൊക്കെയും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടവയാണ്. അപ്പോൾ അല്പം പോലും മണിച്ചു പോകരുത്. അവലം യക്ഫിഹിം അന്ന, ശുദ്ധുള്ള നൂനിനെ മണിച്ചുകൊണ്ട് നൂൻ മുശദ്ദദയെ ഗുന്നത്ത് നൽകി ഓതണം. അന്ന, അതിലെ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4 5 ഹർക്കത്തിന് അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ അന്ന അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. അൻസൽനാ, ഇവിടെ സാക്കിനത്തായ നൂൻ ശേഷം സായി ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അൻസൽന അലൈക്കൽ കിതാബ, അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം. എല്ലാ അക്ഷരങ്ങൾക്കും തർത്തീഖാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതുവരെയായി ഈ വചനത്തിൽ തഫ്ഖീമിന്റെ ഒരു ഹർഫ് പോലും വന്നിട്ടില്ല. എല്ലാറ്റിനും തർത്തീഖ് നൽകി ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. ശ്രദ്ധിച്ചു ഓതുക. തായിന്, കാഫിന് ഇതിനൊക്കെ ഷിദ്ദത്തും ഹംസും വരണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ഹർഫുകൾക്കും അതിൻ്റെതായ സിഫാത്തുകൾ പൂർണ്ണമായി നൽകി വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇന്ന ഫീ ദാലിക ലറഹ്മ, ഇന്ന നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഫീ ദാലിക, ദാലിക ദാലി വ്യക്തമാക്കി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ശേഷം ലറഹ്മതൻ വദിക്റ, റാഇന് തഫ്ഖീം കൊടുക്കണം. ഫത്ഹ വന്നതുകൊണ്ട് റാഇന് തഫ്ഖീം തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. ലറഹ്മതൻ വദിക്റ, തൻവീൻ ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന എന്നതാണ് നിയമം. നാഖിസായ ഭാഗികമായ ലയിപ്പിച്ചുകൊണ്ട് ഭാഗികമായ നാഖിസായ തൻവീനിലെ ലയിപ്പിച്ചുച്ചരിക്കുക. ലറഹ്മതൻ വദിക്റ, കാഫിന് ഷിദ്ദത്തും ഹംസും കൊടുക്കുക. വദിക്റ ലിഖൗമിൻ യുഅ്മിനൂൻ, ദിക്റ റാഇനും അലിഫിനും തഫ്ഖീമാണ്. വീണ്ടും ലിഖൗമിൻ, ഖാഫിനും തഫ്ഖീമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വദിക്റ ലിഖൗമിൻ യുഅ്മിനൂൻ, തൻവീനും ശേഷം യാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. യുഅ്മിനൂൻ, ഹംസ ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. യുഅ്മിനൂൻ ആയിപ്പോട്ടെ, യുഅ്മിനൂൻ. ഖുൽ കഫാ ബില്ലാഹി ബൈനി വബൈനകും ഷഹീദാ. ഖുൽ, ഖാഫിന് തഫ്ഖീമാണ്, നിസ്ബിയ തഫ്ഖീം. കഫാ, കഫാ പറയരുത്, കഫ കഫ എന്ന് ആ കാഫിന്റെ ഹംസ് വ്യക്തമാക്കി ഉച്ചരിക്കണം. പിന്നെ ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. കഫ ബില്ലാഹി, ബില്ലാഹി, ബില്ലാഹി അല്ല ബില്ലാഹി. ബൈനി വബൈനകും ഷഹീദ, വബൈനകും സക്നത മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഷഹീദ, അവിടെ അധികം ദീർഘിപ്പിക്കരുത്. ഷഹീദ കൂടുതൽ നീട്ടരുത്. ഷഹീദ 2 ഹറക്കത്തിന്റെ അളവിൽ മതിയാക്കുക. يعلم ما في السماوات والأرض
ഇവിടെ അക്ഷരങ്ങൾക്ക് ഒക്കെ തർക്കീഖാണ്. ഇസ്തിഫാലിന്റെ ഹർഫുകൾ അവസാനത്തിൽ റാഇനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം. വൽ അർദ് വഖഫ് ചെയ്യുമ്പോൾ ദ്വാദിൽ സുക്കൂനാണ്. അർദ് എന്നൊന്നും പറഞ്ഞു പോയത് അർദ്. വൽ അർദ് والذين آمنوا بالباطل وكفروا بالله آمنوا بالباطل آمنوا പറയരുത്, മറിച്ച് آمنوا. മദ്ദുൽ ബദലാണ് ആ ദീർഘം ഹംസ ശേഷം അലിഫ്. മദ്ദുൽ ബദൽ എന്നാണ് അതിന് പറയുക. പക്ഷേ തബീഇയായ ദീർഘം മാത്രമേ നമ്മുടെ റിവായത്ത് പ്രകാരം അവിടെ നൽകപ്പെടുകയുള്ളൂ. آمنوا بالباطل طائന് തഫ്ഖീം നിസ്ബിയ തഫ്ഖീം, എന്നാൽ കുറഞ്ഞ തഫ്ഖീമാണ് നൽകപ്പെടുക കസ്റ ഉള്ളതുകൊണ്ട്. بالباطل وكفروا റാഇനും തഫ്ഖീം കൊടുക്കുക. بالله ഉലൈക ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഹുമുൽ ഖാസിറൂൻ ഹുമുൽ ഖാസിറൂൻ ഹും എന്നുള്ള സുക്കൂൻ ഇൽതിഖാഉ സാക്കിനീന്റെ പരിഹാരത്തിന് വേണ്ടി ഹറക്കത്തായി മാറി. ഹുമുൽ ഖാസിറൂൻ റാഇന് തഫ്ഖീം കൊടുക്കുക. വഖഫിൽ എല്ലാ അന്ത്യത്തിലും ആയത്തുകളുടെ അന്ത്യത്തിലൊക്കെ വഖഫ് വരുന്നുണ്ട്. മദ് ആരിദുൽ സുക്കൂൻ 4 ഹറക്കത്തിന്റെ അളവിൽ മിതത്വം സ്വീകരിക്കലാണ് ഭംഗി. ഇനി 6 ഹറക്കത്ത് വരെ ദീർഘിപ്പിച്ചാൽ വിരോധമില്ല. 2 ഹറക്കത്തിന്റെ അളവിൽ ഖസ്ർ ചെയ്ത് ഒതുക്കുകയും ആവാം. അൽ ഖാസിറൂൻ ഖായിനും അലിഫിനും തഫ്ഖീമാണ്, റാഇനും തഫ്ഖീമുണ്ട്. ശ്രദ്ധിച്ചോതുക. അൽ ഖാസിറൂൻ ويستعجلونك بالعذاب ويستعجلونك عين നേരത്തെ സൂചിപ്പിച്ച പോലെ തവസ്സുത്തിന്റെ ഹർഫാണ്. വ്യക്തമായി ഉച്ചരിക്കണം. ويستعجلونك بالعذاب അന്ത്യത്തിൽ ഖൽഖല കുബ്ര നൽകി ബാഇനെ സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. ഹറക്കത്ത് പോലെ വ്യക്തമാക്കി അതിന്റെ ശബ്ദം ചലിപ്പിക്കണം. ഖൽഖല കുബ്ര. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. വലൗലാ അജലുൻ മുസമ്മൻ ലജാഅഹും ഇവിടെ വലൗലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. അജലുൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അജലും മുസമ്മ അല്ലേ, മുസമ്മ രണ്ടാമത്തെ മീം മുശദ്ദദ ആ പദത്തിലുണ്ട്. അതിനും ഗുന്നത്ത് കൊടുക്കുക. അപ്പോൾ മണിച്ചുകൊണ്ട് അജലും മുസമ്മൻ ലജാഅഹും മുസമ്മൻ എന്ന ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. മുസമ്മൻ ലജാഅഹുമുൽ അദാബ് ലജാഅഹും ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ലജാഅഹുമുൽ അദാബ് ഹും എന്ന സുക്കൂൻ ഹറക്കത്തായി മാറിയത് ഇൽതിഖാഉ സാക്കിനൈൻ വന്നതുകൊണ്ടാണ്. അൽ അദാബ് ഇവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്ത് ശേഷം ലജാഅഹും എന്നോ ഇനി ബാക്കി വലയത്തിയന്നോ എന്ന് ബാക്കി ഓതുകയോ ആയാലും അർത്ഥത്തിന് കുഴപ്പമില്ല. ഭംഗി ഏറ്റവും ഉത്തമം. ലജാഅഹുമുൽ അദാബു വലയഅതിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ എന്ന് പൂർത്തിയാക്കലാണ്. വലയഅതിയന്നഹും നൂൻ മുശദ്ദദയെ മണിക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ശേഷം ബാ വന്നതുകൊണ്ട് ഇഖ്ഫാ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലയഅതിയന്നഹും ഹും ബഗ്ത
അങ്ങനെ ചുണ്ട് പൂട്ടി വെച്ച് മണിച്ചുകൊണ്ടിട്ടിരിക്കുക. എന്നാൽ അമർത്തി വെക്കരുത്. ഒരു ഇൽഹാറിന്റെ അവസ്ഥയല്ല, മറിച്ച് ഇഖ്ഫാ ഷഫവി എന്നതാണ് അവിടുത്തെ നിയമം. വലയഅതിയന്നഹും ബഗ്ത, ഗൈനിന് തഫ്ഖീമാണ്. ബഗ്തതൻ വഹും, തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് ലയിപ്പിച്ച്, വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് തൻവീനിനെ ഉച്ചരിക്കുക. വഹും എന്നതിലെ സാക്കിന താമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. വഹും ലാ യശ്ഉറൂൻ, റാഇന് തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون. قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. ويستعجلونك بالعذاب ولولا أجل مسمى لجاءهم العذاب وليأتينهم بغتة وهم لا يشعرون.